ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് മുതല് നിങ്ങൾ ഇവിടെ ഇറങ്ങി പോകുമ്പോ എന്തെങ്കിലും സാധനം കൊണ്ടുപോണെങ്കിൽ ആ സാധനം കൊണ്ടല്ലാതെ തിരിച്ചു വന്നാ മേലിൽ ഞാൻ ഈ വീട്ടിനകത്ത് നിങ്ങളെ കയറ്റൂല. തന്നെ സമ്മതിച്ച വാശി തന്നെ. അങ്ങനെയാണെങ്കിലേ വീടുൾപ്പെടെ നിന്നെ ഞാനങ്ങ് മറക്കും. അപ്പൊ നിങ്ങളെ മനസ്സിലിരിപ്പ് അതാണല്ലേ എന്നെ. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായിട്ടും ഇപ്പോഴും എന്നെ കെട്ടിക്കണമെന്ന് ചോദിച്ചോണ്ട് എന്റെ വീട്ടിൽ ബ്രോക്കർമാര് നിൽക്കണം, അറിയാമോ? ബ്രോക്കർമാര് കയറി ഇറങ്ങാൻ നിന്റെ വീട്ടിൽ സർക്കസ് കിടക്കണം. ജോക്കർ അല്ലെന്ന്, ബ്രോക്കർ നിൽക്കണമെന്നാണ് പറഞ്ഞത്. ബ്രോക്കറിന് വരാൻ കണ്ട വീട് എന്താ എന്റെ വീട്ടിന് കുഴപ്പം തരും? ഒരു കുഴപ്പമില്ല. ഞാൻ പറയും, ഇനി നിങ്ങൾ ഈ വാക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ ചന്ദ്രി പെണ്ണല്ല, നോക്കിക്കോ. അല്ലെങ്കിൽ നാട്ടുകാര് പറയണ് നീ ആണാണെന്നും ഞാൻ പെണ്ണാണെന്നും. ഇനി നീയും കൂടി പറയാനേ ഉള്ളു. എന്തരേ അല്ല, പറഞ്ഞേ ഉള്ളു. ആണോ നിങ്ങൾ ഇങ്ങോട്ട് വരി. എനിക്ക് നിങ്ങളടുത്ത് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്. നിങ്ങൾ ഇനി ഇവിടെ നിന്ന് ജോലിക്ക് പോകുമ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരു തുണ്ട് പേപ്പർ എടുക്കണം. ആ പേപ്പറിനകത്ത് ഇവിടെ നിന്ന് എടുത്ത സാധനങ്ങളെ ലിസ്റ്റ് എഴുതി വെക്കണം. എന്നിട്ട് അത് പോക്കറ്റിൽ വെച്ച് കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പം ആ തുണ്ടെടുത്ത് നോക്കി ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് അതും കൊണ്ടിങ്ങി വരണം. അപ്പൊ പ്രശ്നം തീർന്നല്ല. സംഭവമൊക്കെ കൊള്ളാം. രാവിലെ ഇറങ്ങിപ്പോണ വീട് പറന്നു പോണ ഞാനാണ് 10ാം ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അപ്പൊ നിങ്ങൾ എഴുത്ത് വായനയൊക്കെ മറന്നു? എന്നേ മറന്ന്. എന്റെ ദൈവമേ, ഇനി ഞാൻ ഇങ്ങനെയും കൊച്ചു എന്താ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ അവിടെ കുണുകുണാ പറഞ്ഞോണ്ടെന്ന് എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല. ഞാൻ പോണ ടാറ്റാ. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. സാധനങ്ങൾ കൊണ്ടതിലേ ഞാൻ വീട്ടിൽ കയറ്റൂല. വാടി അവിടെ നിന്ന്. ചന്ദ്രിക ചേച്ചി. ആര്? ചന്ദ്രിക ചേച്ചി. ആ മക്കളെ മനുവാ. ഇത് പിടിച്ചോ, റേഷൻ കാർഡ്. ഇത് കന്നാസ്. ഇത് രണ്ടും നമ്മുടെ സുനി അണ്ണൻ റേഷൻ കടയിൽ വെച്ച് മറന്നിട്ട് പോയ സാധനം. ഇത് പുസ്തകമാണെന്ന് തോന്നുന്നു. ഇത് മെഡിക്കൽ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ കിടന്നത്. ഒന്നുകൂടെ ഉണ്ട്. ഇതാ ബസ് സ്റ്റോപ്പിൽ കിടന്നത്. എന്റെ പൊന്നു ദൈവമേ, ഇതേപോലൊരു മറവി ഈ സുനിയണ്ണന്റെ കൂടെ എങ്ങനെ ജീവിക്കുന്നു ചേച്ചി? ഇത് ഞാൻ എന്തറിയാനോടാ, അങ്ങേക്ക് ഇപ്പൊ ഭയങ്കര മറവി. ഇനി ഇമാതിരി സാധനങ്ങൾ ഇനി കൊണ്ടു തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ തരണം. അതെന്തൊരു വർത്താനം മക്കളെ നീ പറയണത്? നിങ്ങളെ പോലെയുള്ളവരല്ലേ അണ്ണനെ സഹായിക്കുക. അണ്ണൻ ഇത്തിരി മറവിയൊക്കെ ഉണ്ട്. അണ്ണനൊക്കെ പോട്ടെ, എനിക്ക് ചേച്ചിയോടുള്ള താല്പര്യം വെച്ചിട്ട് ഞാനിത് കൊണ്ടുതരുന്നതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അണ്ണൻ പോട്ടെ. പറഞ്ഞേട്ടെ ചേച്ചി, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പുറത്തോട്ടൊന്നും ചേച്ചി അണ്ണന്റെ കൂടെ പോവരുത്. എന്ത്? എവിടെങ്കിലും വെച്ച് മറന്നിട്ടെങ്കിൽ പോരും. പിന്നെ നമ്മൾ തന്നെ വേണം വന്ന് പറക്കിക്കൊണ്ട് വരാൻ. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും ദൂരം വന്നേയില്ലേ, കടുപ്പത്തിലൊക്കെ ഒരു ചായ ആവാം. അയ്യോ മക്കളെ, ചേച്ചി പാലിന്റെ പാത്രം വെക്കാൻ മറന്നുപോയി മക്കളെ. അത് സ്വാഭാവികം. അപ്പൊ ഒരു കട്ടൻ ചായ ആവാം. അയ്യോ, അതെന്താന്നറിയാമോ? തേയിലപ്പൊടി പഞ്ചസാര ഇന്നലെ തീർന്ന്, അത് വാങ്ങിക്കാൻ ഞാൻ മറന്നുപോയി. അപ്പൊ എനിക്കാ തെറ്റിയത്. ഞാൻ വിചാരിച്ചു ചേട്ടനായിരിക്കും മറവിയെന്ന്. ഇത് ചേച്ചിക്കും ഉണ്ട് മറവിയല്ലേ? ചിലപ്പോഴൊക്കെ. ഒന്നും വേണ്ട, സന്തോഷം. ഇനിയും വരാം. ശരി, പോട്ടെ. അങ്ങേര് ഓരോ സാധനങ്ങൾ എവിടെയെങ്കിലും കളയും, അത് കൊണ്ടുവരാൻ വേണ്ടി വരും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചായയും പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. നിങ്ങളെ തന്നെ നോക്കിയത്. ഇതെന്തര്? റേഷൻ കാർഡ്. ഇത് കന്നാസ്. ഇത് കൊടാ. ഇത് പണിപ്പറ്റെഴുതണ ബുക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇതെന്തരെന്ന് അറിയാം? എടി ചന്ദ്രി, എനിക്ക് മറവിയുണ്ടെന്നേ ഉള്ളു, ബോധമൊന്നും പെയ്യിട്ടില്ല. മിക്കവാറും ഞാൻ നിങ്ങളെ അടിച്ച് നിങ്ങളെ ബോധം കളയും. എന്നാ ഇതൊക്കെ നിങ്ങൾ ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന് കളഞ്ഞ സാധനങ്ങളാണ് ഓരോരുത്തരായിട്ട് വീട്ടിനകത്ത് കയറ്റി കൊണ്ടുവരണത്. എടി, എവിടെ കൊണ്ടുപോയി കളഞ്ഞാലും ആരെങ്കിലും ഇവിടെ കൊണ്ട് തരുമല്ലേ? അപ്പൊ നാളെ എന്നെ കളഞ്ഞോ എന്തിരിയും? ആരും കൊണ്ട് തരല്ലേ അണ്ണാ. എന്തര് പറഞ്ഞേ ഉള്ളു. പിന്നെ നിങ്ങൾ ഇപ്പൊ എന്തിങ്ങോട്ട് വന്നത്? എനിക്ക് എന്റെ വീട്ടിൽ വന്നൂടെ? എന്തെടുക്കാൻ വന്നത്? ഞാൻ ഒന്നും എടുക്കാൻ വന്നില്ല. ചോറ് പാത്രം ഉണ്ടാ? ചോറ് പാത്രം. പേഴ്സ് ഉണ്ടാ? പേഴ്സ്. മൊബൈലുണ്ടാ? മൊബൈല് ഇതാണ്ട മൊബൈല്. അപ്പൊ നിങ്ങൾ എല്ലാം എടുത്താ? എല്ലാം എടുത്ത്. ഒന്നും മറന്നില്ല? ഒന്നും മറന്നില്ല. ഒന്നും മറന്നില്ല. ഒന്നും മറന്നില്ല. നിങ്ങൾ ഇവിടെ എന്തരന് പോയത്? പണിക്ക് പോയത്. എത്ര മണിക്ക് പോയി? 7 മണിക്ക്. ഇപ്പൊ എത്ര മണിയായി? 7:20. എടി ചന്ദ്രി, പണിക്ക് പോവാൻ മറന്നു പോയടി. മര്യാദക്ക് അങ്ങോട്ട് പണിക്ക് പോയിന്നെ.